അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ നിലപാട് വ്യക്തമാക്കി മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ല എന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നുമാണ് KM എബ്രഹാം വ്യക്തമാക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. മാർഷൽ, അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ KM എബ്രഹാമിൻ ആ പദവിയിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷം വീണ്ടും അദ്ദേഹം ഇത്രയും ശമ്പളം വാങ്ങി പദവിയിൽ തുടരുന്നതിനിടെ വലിയ രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് KM എബ്രഹാം. KM എബ്രഹാം പ്രധാനമായിട്ടും വിഷു സന്ദേശം, അതായത് തന്റെ ഒപ്പം കിഫ്ബിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നൽകുന്ന വിഷു സന്ദേശത്തിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, ജോമോൻ പുത്തമ്പുരയ്ക്കലിനാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഹർജിക്കാരൻ. ജോമോൻ പുത്തമ്പുരയ്ക്കൽ മുമ്പ് റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ താൻ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ വിജിലൻസ് ഡയറക്ടറായിരുന്നുള്ള ജേക്കബ് തോമസിന്റെ നിലപാട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് ജേക്കബ് തോമസ് നടത്തുമ്പോൾ അത് പുറത്തു കൊണ്ടുവരുന്ന നിലപാട് താൻ സ്വീകരിച്ചു. അതിന്റെ കൂടി ഭാഗമായിട്ട് അദ്ദേഹവും ഈ ജോമോൻ പുത്തമ്പുരയ്ക്കലിനൊപ്പം ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ള രീതി കൊണ്ടുവരുന്നത്. ഈ കോടതി വിധി CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട കോടതി വിധി വരികയും താൻ രാജിവെക്കുകയും ചെയ്താൽ അത് ഹർജിക്കാരനും അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ചവരും ചെയ്തത് ശരിയാണ് എന്നുള്ള നിലപാടിലേക്ക് വരും. അത് അനുവദിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ കിഫ്ബി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന കാര്യം പരിഗണിക്കാമെന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്ന് മാത്രമല്ല CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. ഒരു ക്രമക്കേട് നടന്നിട്ടില്ലെന്നും ഏതന്വേഷണം നേരിടാമെന്നുമാണ് ഇപ്പോൾ KM എബ്രഹാം വ്യക്തമാക്കുന്നത്. ശരി, ഈ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കൊടുത്ത പരാതി, അത് അങ്ങ് റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നടപടികളിൽ ഉള്ള വൈരാഗ്യം മൂലം, വ്യക്തിപരമായ വൈരാഗ്യം മൂലം നൽകിയ പരാതിയാണ് എന്നുള്ളതാണ് അങ്ങേക്കെതിരായ ആരോപണം. എന്താണ് അങ്ങയുടെ മറുപടി? ആരോപണം അദ്ദേഹത്തിനാണ് എന്നോട് വെച്ച് വൈരാഗ്യം എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിനെതിരെ KM വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ 2016 ഒക്ടോബർ 7 വിജിലൻസ് അന്വേഷണം ഉത്തരവിടുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 2016 നവംബർ 2 എനിക്കെതിരെ ധനകാര്യ പരിശോധന, അദ്ദേഹം ധനകാര്യ വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ അധികാരം ദുരുപയോഗം ചെയ്ത് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് കോടതിയെ കൊണ്ട് ഉത്തരവിടിപ്പിച്ച ഹർജിക്കാരനെ മോശമാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കളവായ പരിശോധന നടത്തിയെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനോടാണ് എനിക്ക് വിരോധം നുണ പറയുന്നതിൻ്റെ ഒരു മര്യാദ വേണ്ട. ഈ റെക്കോർഡുള്ളതല്ലേ, അല്ല ഡേറ്റ് നോക്കൂ. 2016 ഒക്ടോബർ 7 വിജിലൻസ് അന്വേഷണം ഉത്തരവിടുന്നത്. 2016 നവംബർ, ഒരു മാസം കഴിഞ്ഞ് നവംബർ 2 എനിക്കെതിരെ അന്വേഷണത്തിന് അദ്ദേഹം നേരിട്ട് കെട്ടിച്ചമച്ച ഒരു നാട് ഈ പറഞ്ഞ റെസ്റ്റ് ഹൗസിൽ ദുരുപയോഗം ചെയ്തതിന്റെ പൈസ കൊടുക്കാനില്ല എന്ന്, പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് കളവാണ്. പൈസ ഞാൻ അടച്ചതിന്റെ രേഖയിൽ ഹാജരാക്കി. നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി കഴിഞ്ഞ 4-5 വർഷമായിട്ട് തെളിവെടുപ്പ് നടത്തി എനിക്കെതിരെ നോട്ടീസ് തന്നത് പിൻവലിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി. ആയികണ്ടായി. അപ്പം പിന്നെ ഇതൊക്കെ പുള്ളിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇത് ഹൈക്കോടതിയിൽ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ചുമ്മാ നുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം എന്തായാലും രാജിവെക്കാൻ പറയാൻ ഞാനാണല്ലോ. പുള്ളി അവിടെ തന്നെ ഇരുന്നാൽ മതി. മറ്റൊരു ശിവശങ്കറായി മാറുമെന്നുള്ളത് അറിയാമല്ലോ. അത് മുഖ്യമന്ത്രിക്ക് ഇതൊരു ബാധ്യതയായി മാറുമെന്നുള്ളത് മനസ്സിലാകും. മുഖ്യമന്ത്രി അന്നേരം നോക്കിക്കോളൂ. ഇപ്പൊ ഞാനെന്തിനാ പറഞ്ഞു? ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഞാൻ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെട്ടത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുക. അതേ ഒരു കാരണവശാലും രാജിവെക്കാനെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഈ പരാതിയുമായി രംഗത്ത് വന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കമെന്നാണ് KM എബ്രഹാം പറയുന്നത്. പക്ഷേ തന്നോടാണ് വിരോധം എന്നുള്ളതാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയുന്നത്. എന്തായാലും നിയമ നടപടികൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് നമുക്ക് കേസ് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി വരും.